ഹലോ ഗൈസ്, നമ്മൾ പത്മോസിൽ നിന്ന് ഗുഡ് മോർണിംഗ്. പത്മോസിലാണ് ഞാൻ ഇവിടെ ഉള്ളത്. യോഹനാൻ എന്നെ ഇവിടെ ജയിലിലിട്ട സ്ഥലം പത്മോസ് ഐലൻഡിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ രാവിലെ ഹോട്ടലിൽ നിന്നുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വെളിയിൽ ഇറങ്ങിയിട്ടുള്ള കാഴ്ചകൾ കാണാൻ കേട്ടോ. ഞാൻ താമസ ഹോട്ടലാണ്, ചെറിയൊരു ഹോട്ടൽ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇത് ഒലിപ്സ്, ധാരാളം ഒലിപ്സ്, ഇതൊക്കെയാണ് ഇവിടുത്തെ സീന്. ഞാൻ ഇവിടുന്ന് ജസ്റ്റ് ഇറങ്ങുവാണ്. ഇവിടുന്ന് നേരെ ഇവിടെ ഒരു കേവ്സ് ഉണ്ട്, ഇവിടെ ഒരു മൊണാസ്ട്രി ഉണ്ട്. കേവ്സിൽ സെൻറ്റ് തോമസിൻ്റെ ഹെഡ് സ്കെൽട്ടൻ ഇവിടെ ഉണ്ടെന്നാണ്, ഹെഡ് മാത്രമായിട്ട് കട്ട് ചെയ്ത് ഇതിൻ്റെ ഉണ്ടെന്നാണ് പറഞ്ഞത്, തലയോട്ടി. അതൊന്ന് കാണാനായിട്ട് പോവാണ്. അപ്പോൾ ഇവിടുത്തെ ചുറ്റുപാടുള്ള കാഴ്ചകൾ കണ്ടില്ലേ? നമ്മുടെയൊക്കെ നാട്ടിലുള്ള വീടുകൾ എല്ലാം വൈറ്റ്, ഒരേ യൂണിഫോം കളറാണ്. ഫെൻസിങ് ഉണ്ട്, ഇതുണ്ടല്ലേ നല്ല ഓറഞ്ചും പരിപാടികളൊക്കെ ഉണ്ടല്ലോ. വളരെ മൊണാസ്ട്രി കാണാം. 15 മിനിറ്റ് നടപ്പുണ്ടെന്ന് പറഞ്ഞു. വിട്ടടിച്ച് പോകാം. എൻ്റെ ഹോട്ടലിൽ ഞാൻ സാധനങ്ങളെല്ലാം വെച്ചു. ചെറിയ ബാക്ക് പാക്കിനകത്ത് ചെറിയൊരു കുട്ടി ബാക്ക് പാക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്പരത്തെയും കാര്യങ്ങളൊക്കെ നോക്കി. ഇത് ഒലീവ്സ് ആണ് കേട്ടോ. ഇതുണ്ടല്ലോ ഒലീവ്സ് നിൽക്കുന്നുണ്ടല്ലേ. ഇവിടെ ആൾക്കാർ ധാരാളം താമസിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത സംഭവം വേണേ ഉണ്ടായിരുന്നു. ഇവിടെ ഇത് കണ്ടില്ലേ, പൊമനഗ്രേറ്റും എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പൊമനഗ്രേറ്റ് ഇരിക്കുന്ന ആൾക്കാരിവിടെ സ്കൂട്ടർ റെന്റ് ചെയ്തിട്ട് വേറെ വരുന്നുണ്ട്. 2 പേര് ഡബിൾ സ്കൂട്ടർ. എൻ്റെ പൊന്നടാവേ, ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂട്. ഇതിൻ്റെ വിൻ്റർ ആകുമെന്നൊക്കെ പറഞ്ഞിട്ട് വിൻ്ററിൻ്റെ ലക്ഷണമൊന്നും കാണുന്നില്ല. ഇത് മൊണാസ്ട്രി. ഹലോ സിസ്റ്റർ, ഹലോ, ഇസ് ഇറ്റ് ദാറ്റ് വേ കേവ്സ്? ഇവിടെ മൊണാസ്ട്രി എന്ന് ചോദിച്ചിട്ടുണ്ട്. കേവ്സ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. 500 മീറ്റർ കുത്താൻ കയറ്റാം. അവിടുത്തെ മുട്ടയെല്ലാം ഇപ്പോൾ തേക്കും. മുട്ട പൊഴിക്കുന്നത് അല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലൊന്നും അല്ലായിരുന്നു ഞാൻ ബുക്ക് ചെയ്തത്. അപ്പോൾ സാധാരണ ഹോട്ടലായിരുന്നു. അപ്പോൾ എന്തെങ്കിലും സീറ്റ്സോ ബ്രേക്ക്ഫാസ്റ്റോ ക്രോസിയാൻസോ അങ്ങനെയുള്ള ലൈറ്റ് ഫുഡുകളൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. യോഹനാനെ ചരിത്രം പറയുന്ന ഡൊമിനിയൻ ചക്രവർത്തി ഇവിടെ കൊണ്ടുവന്ന് ദ്വീപിൽ കൊണ്ട് ഇട്ടെന്നാണ് പറഞ്ഞത്. അപ്പടി കല്ല് നിറഞ്ഞ സ്ഥലങ്ങളാണ് കേട്ടോ. വെച്ചുപിടിപ്പിച്ച ധാരാളം മരങ്ങളുണ്ട് കേട്ടോ. പൈൻ മരങ്ങളും യുക്കാലിയും അങ്ങനെയൊക്കെ. നല്ല റോഡാണ്. മാസം കിടക്കുന്നുണ്ടെന്നോ. ഞാനത് പറഞ്ഞ മാസം കൂടാൻ പറ്റുമെന്നോ. അവസം പറഞ്ഞാൽ വേറൊരു കാര്യം ഉണ്ടായിരുന്നു. അവിടെ സ്കൂട്ടർ റെൻറ്റിന് കിട്ടുമായിരുന്നു. സ്കൂട്ടർ എടുത്തുകൊണ്ട് വന്നാൽ മതിയായിരുന്നു. വിൻ്ററാന്ന് പറഞ്ഞാൽ എന്നെ വേർത്ത് കുളിച്ചൊരു പരുവായി. ഇതാണ് കേവ് ഓഫ് അപ്പോസ്തോൽ. ഇതാണ് മൊണാസ്ട്രി കേട്ടോ. നല്ല കേവ്സ് കാണാനായിട്ട് പോവാം. 1 മണിക്കൂറിനായിട്ട് വണ്ടി വരാമെന്ന് ചോദിച്ചു. 1 മണിക്കൂർ ഇവിടെ ചുറ്റി കറങ്ങാനായിട്ട്. അപ്പോൾ ഇവിടുത്തെ കസ്റ്റമർ ഉണ്ടെന്ന് പറഞ്ഞു. തലകോട്ടി ഉണ്ടെന്നാണ് പറയുന്നത്. സെക്രട്ടറി ഒരു വിശുദ്ധമായ സ്ഥലമാണ്. ഇവിടെ ഒരിടത്തും ഡോർ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതെല്ലാം വലിയ നെല്ലാണ് കയറുന്നത്. നല്ല വെള്ള വെല്ലിങ് നമ്മുടെ പോർട്ടാണ് അവിടെ കാണുന്നത്. ഇതിനകത്ത് മൊണാസ്ട്രിക്കകത്ത് ഇത് കേവ്, അതിനകത്ത് ആൾക്കാരുടെ സൗണ്ട് കേൾക്കും. പക്ഷെ കയറാൻ പറ്റുന്നില്ല. ഇതിനകത്ത് പൂട്ടിയിട്ടിരിക്കുക. എൻ്റെ പണി ഇതെന്തോണം സംഭവം, അടിപൊളിയാണല്ലോ. ഇതെന്തത്? നമ്മൾ ഈ കണ്ടതാണ് ഇവിടുത്തെ കേവ്സ് എന്ന് പറയുന്നത്. ഇതിനകത്തോട്ട് കയറി കഴിയുമ്പോൾ അവിടെ ഒരു ഗുഹയാണ്. നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ അകത്ത് കയറി നോക്കുന്നു. പറയാനായിട്ട് വളരെ സൈലൻ്റായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ലോക്ക് ചെയ്തിരിക്കുകയാണ്.
ഇവിടുത്തെ സ്കൂളാണ് കേട്ടോ. നമ്മൾ KFCൻ്റെ ഇവിടുന്ന് മേലോട്ട് പോകുമ്പോൾ ഉള്ള മൊണാസ്ട്രി ഇവിടെയാണ്. ഇവിടുത്തെ ഒരു സ്കൂളാണ്. ഇന്നിവിടെ നാഷണൽ ഡേ ആണ്. വേൾഡ് വാറിനെ സെക്കൻഡ് വേൾഡ് വാറിൽ ഗ്രീസിൻ്റെയും ഇവരുടെയും കൂടെ പങ്കാളിത്തത്തിന് വേണ്ടിയിട്ട് ഓർമ്മിപ്പിക്കുന്ന ഒരു ഡേ ആണ് ഇവിടെ. അപ്പോൾ നേരെ ഞാൻ അങ്ങോട്ട് പോവാം. അതിന് കുട്ടികളൊക്കെ ഇവിടെ റെഡിയായിട്ട് നിൽക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ മൊണാസ്ട്രി. ഇവിടെ സെൻറ്റ് ജോണിന് വേണ്ടിയിട്ട് നമ്മുടെ യോഹന്നാൻ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു മൊണാസ്ട്രിയാണ് ഇവിടെ സെൻറ്റ് തോമസിൻ്റെ തലയോട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. താഴേന്ന് ഇവിടെ ആകപ്പാടെ ഒരു ഡെസ്പെറേറ്റ് ഡേ ആയിരുന്നു. 1 മണിക്കൂർ ടാക്സി കൊടുത്തതിന് 100 യൂറോ വേണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഒരു ലിഫ്റ്റ് മേടിച്ചിട്ട് സുന്ദരമായിട്ട് ഞാൻ കയറി പോന്നു. ആർട്ടിസ്റ്റ് സ്റ്റുഡിയോ ഗാർഡ് ഗാലറി നമുക്കിവിടെ നിന്ന് കയറി കാണാം. മാൻഷൻ മൊണാസ്ട്രി. ഇവിടെ സമ്മറാണ് കേട്ടോ. ഒക്ടോബർ ലാസ്റ്റ് ആയിട്ട് പോലും ഇവിടെ സമ്മറാണ്. നല്ല ചൂടാണ്. ഇപ്പോൾ ഇത്രയും നേരം നല്ല ചൂടായിരുന്നു. ഇപ്പോൾ ഇവിടെ നല്ല ക്ലൗഡി ആയിട്ടുണ്ട്. നല്ല ക്ലൈമറ്റാണ്. 21-22 ഡിഗ്രി ഉള്ളൂ. പത്മോസിൻ്റെ ഒരു ആൻറ്റിക്ക് മേടിക്കണം. ഹലോ, how much for this? Any of them? All of them is €2 each. €2 for one. അങ്ങനെ നമ്മളിതിൻ്റെ മലമേളിൽ കയറി വന്നിരിക്കുകയാണ്. നമുക്ക് കയറി കാണാം. ഹലോ ഫാദർ, നമ്മളിവിടെ അടുത്ത മൊണാസ്ട്രിയിലോട്ട് വരുവാണ് ഗായ്സ്. ഇവിടുത്തെ മെയിൻ മൊണാസ്ട്രികളിലൊന്നാണ്. സെൻറ്റ് തോമസിൻ്റെ തലയോട്ടി ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് പോയി കാണാം. ഇവിടെ ഇന്ന് നാഷണൽ ഡേ ആണ്, പബ്ലിക് ഹോളിഡേ ആണ്. ഭയങ്കര വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന്. മൊണാസ്ട്രി പോയി കാണാം. And that's all here, isn't it? Yeah, and this is the monastery that was built by Saint Christodolos. You see his whole body is. Yeah, also I hear like a St. Thomas head is here too. Yeah. You'll see his relics is also. Oh, ഇവിടെ വീഡിയോയും ഫോട്ടോയും വെൽക്കം ചെയ്യ ഹോളി മൊണാസ്ട്രി. ഈ മൊണാസ്ട്രി പണിത ആളുടെ തിയോളമോസ് എന്ന് പറഞ്ഞ ആളുടെ ബോൺസ് വെച്ചിരിക്കുന്ന സ്ഥലമാണ്. ഇവിടുത്തെ ഒരു മൊണാസ്ട്രിയാണ്. സെൻറ്റ് തോമസിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞ തലയോട്ടി. ഇവിടെ ഒരു അടിപൊളി ഒരു മൊണാസ്ട്രി ഉണ്ട്. 1000 വർഷം പഴക്കമുള്ളതാണ്. പക്ഷേ ഇവിടെ സെൻറ്റ് ജോൺ വന്ന് താമസിച്ചിട്ടില്ല. അത് 1000 വർഷം പഴക്കമുള്ളൂ. സെൻറ്റ് ജോൺ വന്നത് ഇവിടെ 2026 വർഷങ്ങൾക്ക് മുമ്പുള്ള കേസാണ്. പക്ഷേ ഇവിടെ ഒരു മൊണാസ്ട്രി ഉണ്ട്. നമുക്ക് താഴെ വുമൻസിൻ്റെ പേരിലുള്ള നൺസിൻ്റെ പേരിലുള്ള നമ്മൾ അങ്ങോട്ട് പോകണം. ഇവിടെ ഒരു അടിപൊളി ഒരു മൊണാസ്ട്രി ഉണ്ട്. 1000 വർഷം പഴക്കമുള്ളതാണ്. പക്ഷേ ഇവിടെ സെൻറ്റ് ജോൺ വന്ന് താമസിച്ചിട്ടില്ല. അത് 1000 വർഷം പഴക്കമുള്ളൂ. സെൻറ്റ് ജോൺ വന്നത് ഇവിടെ 2026 വർഷങ്ങൾക്ക് മുമ്പുള്ള കേസാണ്. പക്ഷേ ഇവിടെ ഒരു മൊണാസ്ട്രി ഉണ്ട്. നമുക്ക് താഴെ വുമൻസിൻ്റെ പേരിലുള്ള നൺസിൻ്റെ പേരിലുള്ള നമ്മൾ അങ്ങോട്ട് പോകണം. ഇവിടെ ഒരു അടിപൊളി ഒരു മൊണാസ്ട്രി ഉണ്ട്. 1000 വർഷം പഴക്കമുള്ളതാണ്. പക്ഷേ ഇവിടെ സെൻറ്റ് ജോൺ വന്ന് താമസിച്ചിട്ടില്ല. അത് 1000 വർഷം പഴക്കമുള്ളൂ. സെൻറ്റ് ജോൺ വന്നത് ഇവിടെ 2026 വർഷങ്ങൾക്ക് മുമ്പുള്ള കേസാണ്. പക്ഷേ ഇവിടെ ഒരു മൊണാസ്ട്രി ഉണ്ട്. നമുക്ക് താഴെ വുമൻസിൻ്റെ പേരിലുള്ള നൺസിൻ്റെ പേരിലുള്ള നമ്മൾ അങ്ങോട്ട് പോകണം. മൊണാസ്ട്രിയുടെ ബാക്കി കണ്ടതാണേ. ഞാനിവിടെ ഒരു നൺസിൻ്റെ പേരിലൊരു മൊണാസ്ട്രി ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോകാം.
മൊണാസ്ട്രിക്കകത്തുള്ള ഒരു ബേക്കറിയാണ്. അപ്പോൾ ഞാനൊരു കേക്ക് മേടിക്കാം. ഇസ് ഇറ്റ് ആപ്പിൾ കേക്ക്? ആൻഡ് വാട്ട് അബൌട്ട് ദിസ്? ഇസ് ഇറ്റ് ആപ്പിൾ കേക്ക് ടു? വാട്ട് ഈസ് ദിസ്? Cake with raisins. നമ്മളിവിടെ ഉള്ളത് പത്മോസിലെ മെയിൻ ഒരു മൊണാസ്ട്രിയുടെ മേളിലാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഇൻഡിപെൻഡൻസ് ഡേ ആയത് കാരണം ഭയങ്കര പരേഡും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ വരുന്ന ഒരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, ടാക്സിക്കാരന്മാരുടെ കൂട്ടത്തിൽ പോകാതിരിക്കുക. താഴെ സ്കൂട്ടർ അല്ലെങ്കിൽ $25 കിട്ടും. തന്നെ വരുന്നവരുടെ കാര്യം കേട്ടോ, അല്ലെങ്കിൽ കാറ് വാടക കിട്ടും, അല്ലെങ്കിൽ ഇവന്മാർ നമ്മളെ പറ്റിക്കും. ഞാനിപ്പോൾ ഒന്നുമില്ല, ഞാൻ ലിഫ്റ്റ് അടിച്ചാൽ കയറി വന്നത്. കേവ് വരെ നമുക്ക് നടക്കാവുന്നേ ഉള്ളൂ, ഒരു 300 മീറ്ററേ ഉള്ളൂ പോർട്ടിൽ നിന്ന്. അവിടെ ചീപ്പായിട്ട് താമസിക്കാനായിട്ട് ഹോട്ടലുകളുണ്ട്. ഇത് സ്കൂളല്ല, ഇവിടെ ഇന്ന് പരേഡുള്ള കാരണമാണ് ഇത് സംഭവങ്ങൾ. ഇത് മൊത്തം മൊണാസ്ട്രിയുടെ ഭാഗമാണ്. പത്മോസിൽ ഇതൊക്കെ തന്നെയുള്ളൂ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ആൾക്കാരൊക്കെ നല്ലതാണ്. കാലാവസ്ഥ ഒക്ടോബർ അവസാനം വരെ നവംബർ ആദ്യം വരെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല ചൂടാണ്. ജാക്കറ്റൊക്കെ മടക്കി എൻ്റെ പെട്ടിക്കകത്ത് വെച്ചിരിക്കാം. ഞാൻ ഇനി താഴോട്ട് പോവുകയാണ്. ആരെങ്കിലും ഇവിടെ നിന്ന് ലിഫ്റ്റ് അടിച്ച് എങ്ങനെയും പോകണം എന്നോർത്തുണ്ട് ഞാൻ ഇരിക്കാം.